സ്റ്റുഡൻസ് തമ്മിലുള്ള സംഭവങ്ങൾ, നമ്മുടെ കലാരൂപങ്ങളെ കൊണ്ടുവരുന്നത്, ICCR, അങ്ങനെ ആ ജനവിഭാഗങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരമ്പരാഗതമായ നയതന്ത്രത്തിനപ്പുറത്തുള്ള ചാലുകൾ കൂടി വെട്ടിത്തെളിക്കേണ്ട ആവശ്യം. അതുപോലെ നരേഷനിലുള്ള ചില വൈകല്യങ്ങൾ, നാം പറഞ്ഞ അവിടെയൊക്കെ ഒരു പാശ്ചാത്യ മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയായിരിക്കാം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ ഇന്ത്യയും ആ രാജ്യങ്ങൾക്കുമിടയിൽ പാർലമെൻ്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ പല രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ട് പാർലമെൻ്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇന്ത്യക്ക് അങ്ങനെ അതിന് ബദലായിട്ട് ആ രാജ്യങ്ങളുമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് കൂടാതെ ഞങ്ങൾക്ക് ഓരോ ആൾക്കും, ഈ സംഘത്തിലുള്ള ഓരോ വ്യക്തിക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ സ്വതന്ത്രമായി സത്യസന്ധമായി പറയാനുള്ള വേദിയായിരുന്നു. പല കാര്യങ്ങളും ചിലപ്പം ഒരുപക്ഷെ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല, പക്ഷേ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു. അദ്ദേഹം വളരെ കൃത്യതയോട് കൂടിയിട്ട് അത് കുറിച്ചെടുത്തു. അതുകൂടാതെ ഞങ്ങളുടെ ടീം ലീഡർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ടീമുകളുമായി സംസാരിച്ച ശേഷം ഒരു കമ്പൈൻഡ് റിപ്പോർട്ട് അദ്ദേഹം ഉണ്ടാക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.